ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ അടിച്ചമർത്തുന്നത് ശരിയല്ല. പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ അടിച്ചമർത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പരക്കെ നിറയുന്നത്. ഇഡിയും ഗോപാലനും ഉൾപ്പെടെയുള്ള ഇഡി റെയ്ഡ്, പൃഥ്വിരാജിനും ആശീർവാദ് സിനിമാസിന് ആന്റണി പെരുമ്പാവൂരിനും എതിരെയുള്ള ഇൻകം ടാക്സിന്റെ നടപടികൾ, ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. ഇതിനെപ്പറ്റി സാറിന്റെ അല്ല, ഇപ്പോ എമ്പുരാൻ സിനിമയെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ എമ്പുരാൻ സിനിമയ്ക്കെതിരെ പൊതുജനങ്ങളായിട്ടുള്ള ആളുകളും കാര്യം ഒരു പാർട്ടിയും പറഞ്ഞില്ലല്ലോ, ഒന്നും സെൻസർ ബോർഡൊന്നും അങ്ങനെ ഇടപെട്ടില്ലല്ലോ, അങ്ങോട്ട് പറഞ്ഞിട്ടാണല്ലോ സെൻസർ ചെയ്തത്. പക്ഷേ മറ്റ് സോഷ്യൽ മീഡിയയിലെ സംഘപരിവാർ ആളുകളും മറ്റാളുകളും ഇതിനെ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മെറിറ്റ് എടുത്തുകൊണ്ട് ക്രെഡിറ്റ് എടുത്തുകൊണ്ട് അവർ ചോദ്യം ചെയ്തു ഇതിനകത്തുള്ള പല കാര്യങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ട് BJP ഗവൺമെന്റ് ആണല്ലോ ഇഡിയും NIA ഒക്കെ ഇരിക്കുന്നത്, BJP ഗവൺമെന്റിലാണ്. അപ്പോൾ ഒരു നല്ല തമാശ ചോദ്യമുണ്ട്. നമുക്ക് ഇഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ, NIA നിന്ന് രക്ഷപ്പെടാൻ ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് അങ്ങോട്ട് സിനിമയോ നാടകമോ കഥയോ എടുത്താൽ മതിയല്ലോ. നമ്മുടെ വീട്ടിൽ റെയ്ഡ് നടക്കില്ലല്ലോ, അല്ലെ നമ്മുടെ സ്ഥാപനത്തിൽ റെയ്ഡ് നടക്കില്ല, അങ്ങ് എടുത്താൽ പോരെ. ഇത് രണ്ടും രണ്ടായിട്ട് കാണുന്നു. നമുക്ക് മോഹൻലാലിനെതിരെ നേരത്തെ ആനക്കൊമ്പിന്റെ വിഷയങ്ങൾ വന്നല്ലോ, എത്ര വിഷയങ്ങൾ വന്നിട്ട് മോഹൻലാലിനെതിരെ വന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് വന്നിട്ടുണ്ടല്ലോ. ഈ ഗോകുലാംബാലിന്റെ അവിടെ തന്നെ എത്ര തവണ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് വേഗത കൂടുന്നതിന്റെ ഒരു കാര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമല്ലേ, സ്വാഭാവികമാണല്ലോ. ഒരു ഗവൺമെന്റിൽ ഇരിക്കുന്നു, അവിടെ ഇരിക്കുന്നവർ ഉദ്യോഗസ്ഥരാണ്. അപ്പൊ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോ അപ്പൊ മിണ്ടാതെ പോണവനെ സംബന്ധിച്ച് എന്ത് ചെയ്യും? ഒരാൾ മദ്യപിച്ചു, മിണ്ടാതെ വീട്ടിലോട്ട് പോണ്, പോലീസ് ബോളം ഉണ്ടാകില്ല. റോഡ് നിറഞ്ഞു പോയാൽ എങ്ങനെ ഇരിക്കും? പോലീസ് കൊണ്ടുപോകും. അതിൽ വലിയ ബഹളവും 200 കോടി 500 കോടി വിദേശത്ത് നിന്ന് 500 കോടി വരുന്നു, 500 കോടി ക്ലബിൽ കയറുന്നു, ഇവിടെ നിന്ന് 200 കോടി 100 കോടി. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ദിവസം 2 ദിവസം 3 ദിവസം കൊണ്ട് ഇത്രയും കോടി കയറുമോ എന്ന് നോക്കാനാണ് ആരെ വെച്ചിരിക്കുന്നത്? ഇൻകം ടാക്സിനെ വെച്ചിരിക്കുന്നത്. സാർ പറഞ്ഞു വരുന്നത് പൃഥ്വിരാജ് ആണെങ്കിലും ഗോകുലം ആണെങ്കിലും അവരവരുടെ കുഴി അവരവർ വെട്ടി. ഉറപ്പല്ലേ? അങ്ങനെയല്ലേ പറ്റുമോ? ഒരു സ്ഥാപനം തുടങ്ങി പിറ്റേ ദിവസം ആവിഷ്കാര സ്വാതന്ത്ര്യം സമ്മതിച്ചു, പക്ഷെ സ്വത്തുണ്ടാക്കണമെങ്കിൽ ഇവിടെ ഇൻകം ടാക്സ് കൊടുത്തല്ലേ പറ്റുള്ളൂ. പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും എന്ത് സ്വാതന്ത്ര്യം ഉണ്ടോ? അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. കള്ളന്മാരായിട്ട് നമുക്ക് രക്ഷപ്പെടാനാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം? അതൊന്നുമില്ല. രണ്ടും രണ്ടായിട്ട് കാണണം. ഇഡി വന്നാൽ ഇഡിക്ക് ആവശ്യമുള്ള പേപ്പേഴ്സ് കൊടുക്കണം, ഇൻകം ടാക്സ് വന്നാൽ ഇൻകം ടാക്സിന് ആവശ്യമുള്ള പേപ്പേഴ്സ് കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ള വിവരങ്ങൾ കൊടുക്കണം. പക്ഷെ അവർ എപ്പോൾ വരുമെന്നുള്ളത് ചിലപ്പോൾ അവരുടെ വേഗത കൂടും. സ്വാഭാവികമല്ലേ? ഇപ്പൊ ഞാൻ കേട്ടെ, ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ഇയാളുണ്ടല്ലോ 2020 പിന്നെ സാബുവായിട്ട് തെറ്റി, CPM സാബുവായിട്ട് തെറ്റി. എത്ര റൈഡാണ് സാബുവിന്റെ അവിടെ നടത്തിയത്? എന്തൊരു ബോളാണ് ഉണ്ടാക്കിയത്? സാബുവിന്റെ വീട്ടിൽ കയറി ഇറങ്ങി ചെയ്തല്ലോ PC ജോർജ്. അങ്ങനെ സംഭവിക്കും. മാത്യു കുഴൽനാടൻ കുറെ വിവാദങ്ങൾ പൊക്കിക്കൊണ്ട് ഇവിടെ. പിറ്റേ ദിവസം റവന്യൂ ഉദ്യോഗസ്ഥർ അവിടെ പോയി അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അത് സംഭവിക്കും. അതൊക്കെ സംഭവിക്കും. ഇതെല്ലാം കണക്കാക്കിക്കൊണ്ട് വേണം ഇവിടെ ജനാധിപത്യത്തിൽ ജീവിക്കാൻ. അതൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ബിസിനസ് ചെയ്താൽ കണക്ക് കൊടുക്കണം, കണക്ക് കൊടുത്തില്ലെങ്കിൽ അന്വേഷിക്കും. ലൂസിഫറിന്റെ കണക്ക് ചോദിച്ചിട്ടുണ്ട്, ആന്റണി പെരുമാറിന്റെ ഓരോ സിനിമകളുടെ കണക്കുകൾ ചോദിച്ചിട്ടുണ്ട്, പൃഥ്വിരാജിന്റെ സിനിമകളുടെ കണക്ക് ചോദിച്ചിട്ടുണ്ട്, ഗോപാലിന്റെ ചിട്ടി ഫണ്ടിനെ കുറിച്ച് കണക്കുകൾ ചോദിക്കും. അത് ചോദിക്കാനാണ് ഇഡിയെ വെച്ചിരിക്കുന്നത്, അത് ചോദിക്കാനാണ് ഇൻകം ടാക്സിനെ വെച്ചിരിക്കുന്നത്. അതിൽ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല, അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് പിന്നെ വേഗത കൂടെ ഞാൻ ഈ പറഞ്ഞ കണക്കാണ്. വേഗത കൂടെ നമ്മൾ മറ്റൊരാളിനെ ചൊറിയുമ്പോൾ അവരും ചൊറിയും. സ്വാഭാവികമല്ലേ? തീർച്ചയായിട്ടും സംഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഒന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെയും അവിടെ എവിടെയും കൊണ്ടിരുത്തുന്നത്. അവർ വേഗത കൂട്ടും. കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ആളുകൾ വേഗത കൂട്ടും, BJP ഭരിക്കും BJP ആളുകളായിരിക്കും. വേഗത കൂട്ടുന്നു എന്നതിലപ്പുറം എന്തെങ്കിലും ഇത്തരത്തിൽ അടിച്ചമർത്തൽ ജനാധിപത്യ വ്യവസ്ഥയിൽ താമസിക്കുന്നതല്ലേ? അപ്പൊ അങ്ങനെ അടിച്ചമർത്തുന്ന അടിച്ചമർത്തൽ ഇല്ലല്ലോ. എന്താ അടിച്ചമർത്തുന്നത്? കണക്കാണ് കൊടുത്താൽ പിന്നെ അടിച്ചമർത്തലിന്റെ വിഷയമില്ലല്ലോ. വീണ്ടും പറയാലോ, സിനിമ അടിച്ചമർത്തൽ എന്താണ്? സെൻസർ ബോർഡിന്റെ അടുത്ത് വന്നപ്പോൾ അവിടെ എന്ത് ചെയ്യണമായിരുന്നു? ഇത് പറ്റില്ല എന്ന് പറഞ്ഞതാണ് അടിച്ചമർത്തൽ. ഈ സിനിമ പറ്റില്ല എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തൽ. ആ സെൻസർ ബോർഡിന്റെ അടിച്ചമർത്തൽ. എന്തിനാണ് ഞാൻ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ A സർട്ടിഫിക്കറ്റ് എന്തിനാണ്? പിള്ളേരും കാണുന്നുണ്ടല്ലോ, യൂട്യൂബിലൊക്കെ വന്നാൽ പിള്ളേരും കാണുകയല്ലേ ഇപ്പൊ. എന്തിനാണ് A സർട്ടിഫിക്കറ്റ്? എന്തിനാണ് U സർട്ടിഫിക്കറ്റ്? ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ? എന്തിനാണ് AU സർട്ടിഫിക്കറ്റ്? ഇങ്ങനെ സർട്ടിഫിക്കറ്റ് എന്തിനാ ഇതൊക്കെ വെക്കുന്നത്? ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് എന്തിനാ ഇത് വെക്കുന്നത്? ഭരണഘടന എന്തിനാ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള രാജ്യത്ത്? എന്തിനാ ഭരണഘടന? എന്തിനാ CRPC ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിൽ? അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ല. അത് തമാശ ചുമ്മാ പറയുന്നതാണ് നമ്മൾ. അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നുമില്ല. സമൂഹത്തിൽ ഭരണഘടന
ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, കോടതി, അത് കഴിഞ്ഞൊരു സ്വാതന്ത്ര്യത്തിന്റെ കടിഞ്ഞാണിടുന്ന ഒരു സംവിധാനമുണ്ട്. സമൂഹം ഒരു പിടി പിടിക്കും സമൂഹം. ഇതെല്ലാം കൂടി ചേർത്തുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ളൂ. നമുക്കല്ലാതൊരു സ്വാതന്ത്ര്യം ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സ്വതന്ത്രമായിട്ട് ആലോചിച്ചു. സ്വതന്ത്രമായി നമുക്ക് എന്തും പറയാൻ പറ്റുമോ? നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരാളിനെ ഏതെങ്കിലും തരത്തിൽ പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോയാൽ നിങ്ങളെ പേരിലെ കേസ് വരും. തീർച്ചയായിട്ടും. എന്താണ് പറഞ്ഞൂടെ? അവരുടെ ജാതി പറഞ്ഞൂടെ? നായരെ എന്ന് വിളിക്കാൻ നിങ്ങളെ. നെഞ്ചിന് നായരെ എന്ന് എനിക്ക് വിളിക്കാം. നെഞ്ചിന് ഈഴവ എന്ന് എനിക്ക് പറയാം. നീ ഈഴവനല്ലേ, അല്ലെ ഈഴവത്തിയല്ലേ, ഇങ്ങനെ പറയുമെന്ന് എനിക്ക് പറയാം. തിരിച്ച് ഞാൻ പട്ടികജാതി അല്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് കേസാണ്. ജാതി പറഞ്ഞാൽ കേസാണ്. എന്ത് സ്വാതന്ത്ര്യമാണ് അപ്പൊ ജാതിയുടെ ഭാഗത്ത് എന്ത് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു? അപ്പൊ ഇത് ഈ വേണമെന്നല്ല ഞാൻ പറഞ്ഞു, അങ്ങനെ സ്വാതന്ത്ര്യം വേണമെന്നല്ല പറഞ്ഞു. ഈ ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിയതവും അല്ലാതെയും ലിഖിതവും അലിഖിതവുമായ ഒരുപാട് ചട്ടക്കൂടുകളിലൂടെ മാത്രമേ സമൂഹത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റൂ. എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ്, എല്ലാ സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വർത്തമാനം പറയുന്ന അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ചൈനയിൽ എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം ടിയാൻമെൻ സ്ക്വയറുമായി ബന്ധപ്പെടുത്തി? ലോകമാകെ നിങ്ങൾ എടുത്തു നോക്കൂ. അമേരിക്കയിൽ എന്ത് സ്വാതന്ത്ര്യം? ലോകത്ത് എവിടെയാണ് അങ്ങനെ സ്വാതന്ത്ര്യം? എന്തെങ്കിലും സ്വാതന്ത്ര്യം ഉള്ളത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഭാരതത്തിൽ മാത്രമാണ് ഇത്രയെങ്കിലും സ്വാതന്ത്ര്യം അനുഭവിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത പാകിസ്ഥാനെ നോക്കൂ, അഫ്ഗാനിസ്ഥാൻ നോക്കൂ, ബംഗ്ലാദേശ് നോക്കൂ, തൊട്ടടുത്ത എല്ലാ രാജ്യങ്ങളും നോക്കൂ. എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? ഇതുപോലത്തെ സ്വാതന്ത്ര്യം ഉണ്ടോ? ഒന്നുമില്ല. ഒരു സ്വാതന്ത്ര്യമില്ല. മതം പറയാൻ പറ്റുമോ? പല സ്ഥലത്ത് മതം പറയാൻ പറ്റത്തില്ല, ജാതി പറയാൻ പറ്റത്തില്ല, പല കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല. ഇപ്പം അമേരിക്കൻ ട്രംപിനെയൊക്കെ ഇങ്ങനെ ട്രോളിക്കൊണ്ട് അവിടെ ആർക്കെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. ഇവിടെ വല്ലാത്ത സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ലിമിറ്റ്, അഭിപ്രായ സ്വാതന്ത്ര്യം. എനിക്ക് ചോദിക്കാനുള്ളത് സാർ, ഇപ്പൊ ഗുജറാത്ത് കലാപം നടന്ന ഇതൊരു ഏകപക്ഷീയമായി പോയത് കൊണ്ടാണ് സിനിമയിൽ ഇത്രയും വിമർശനങ്ങൾ വന്നത്. അതേപോലെ ഞാൻ പറയാം, രണ്ടും കാണിക്കാൻ പാടില്ല. ഇപ്പൊ ഗോദ്ര കലാപം കാണിക്കാൻ പാടില്ലായിരുന്നു. ഗോദ്ര കലാപം നടന്നു, ഗോദ്ര കലാപം കഴിഞ്ഞിട്ട് ഗുജറാത്ത് കലാപമായി. രണ്ടും കാണിക്കാവോ? നമ്മൾ രാവിലെ കഴിക്കുമ്പോൾ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? ഈ കലാപം കാണാനും കൊലപാതകം കാണാനും റേപ്പ് കാണാനും ഒന്നുമല്ല മനുഷ്യന് ഇഷ്ടം. വയലൻസിനെ കുറിച്ച് എന്താ? വയലൻസ് 12 - 18 വയസ്സിനിടയ്ക്കുള്ള കുട്ടികൾ വയലൻസ് കണ്ടാൽ 3 തരത്തിലുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ടാകും. അവരുടെ ബ്രെയിനിനെ അത് ബാധിക്കും. അവർക്ക് മാനസിക രോഗികളാകും കുട്ടികൾ സ്ഥിരമായി വയലൻസ് കണ്ടാൽ. ഈ വയലൻസ് എന്തിനാണ് സിനിമയിൽ ഇത് കാണിക്കുന്നത്? സിഗരറ്റ് നിയമപ്രകാരം സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരം, എന്നിട്ട് സിഗരറ്റ് വലിക്കും നടൻ. അത് കണ്ട് പിള്ളേരും വലിക്കും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, അവൻ കുടിക്കുന്ന തേയിലുള്ളതായിരിക്കും. ഇവിടെ പിള്ളേർ ഇതെടുത്ത് വെച്ച് ഡ്രം അടിക്കും. അപ്പൊ തിരിച്ച് ചിന്തിച്ചോളൂ. അപ്പൊ ഗുജറാത്ത് കലാപവും കാണിക്കേണ്ട കാര്യമില്ല. അത് സംഭവിച്ചു, കേസ് പറയുക. പിന്നെ ഗോദ്ര സംഭവം ഉണ്ടായി, കേസ് പറയുക. ചിലർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അതൊരു ചരിത്രമാണ്. ചരിത്രം അല്ലാതെ വായിച്ചൊക്കെ മനസ്സിലാക്കിയാൽ മതി. ചരിത്രമല്ല, ചരിത്രത്തിൽ ഒരുപാട് കാര്യം കിടപ്പുണ്ട്. അത് വായിച്ചു എഴുതിയൊക്കെ മനസ്സിലാക്കാം നമുക്ക്. അതൊക്കെ ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്ത് വളരെ കൃത്യമല്ലേ? ഒരു സ്ത്രീ, ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന കാണിക്കുന്നു. എന്താണ് കാണിക്കുന്നത്? ഇതൊക്കെ ഒരു മര്യാദയില്ലേ ഒരു കാര്യത്തിന്? വയലൻസ് പേടിച്ചു പോകില്ലേ നമ്മൾ? വിഷ്വൽ എഫക്റ്റ് ഒക്കെ ഇട്ടും ഒരു സംഭവം ഉണ്ടായാൽ അത് നമ്മൾ സാധാരണയായി ഒരാളെ കൊന്നു എന്ന് അറിയുന്നതും കൊന്നു എന്ന് വായിച്ചു മനസ്സിലാക്കുന്നതും, ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു, ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു. ഞാൻ ഗുജറാത്ത് കലാപം തന്നെ പറയുകയാണ്. ഗുജറാത്ത് കലാപത്തിൽ ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് വായിച്ചു. എന്ത് വികാരം ഉണ്ടാവും? അത് കൊന്നു. ഇതൊരു വിഷ്വൽ എഫക്റ്റ് ഒക്കെ ഇട്ട് ഒരു AC റൂമിലൊക്കെ ഇരുന്ന് വിഷ്വൽ എഫക്റ്റ് ഇട്ട് ഇത് കംപ്ലീറ്റ് കാണിച്ചാൽ എങ്ങനെയിരിക്കും മനുഷ്യന്? ഇത് എന്ത് വിവരമൊക്കെയാണ്? ഇനി ഞാൻ ചോദിക്കട്ടെ, എന്റെ സിമ്പിളായി ചോദ്യം, അത് പറഞ്ഞിട്ട് അവസാനിക്കും. പൃഥ്വിരാജിന്റെയും ആന്റണി പെരുമ്പാവന്റെയും മോഹൻലാലിന്റെയും മോട്ടിവേഷൻ എന്താണ് ഈ സിനിമ എടുത്തതിലൂടെ? സിമ്പിളായാലും പണം ഉണ്ടാക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. വേറെ ഒരു സാമൂഹ്യ പരിഷ്കരണവും ഇല്ലല്ലോ, ഒരു നവോത്ഥാനവും ഇല്ലല്ലോ. BJP അങ്ങ് നിഷ്കാസനം ചെയ്യലാണോ, സംഘപരിവാറിനെ ഇല്ലാതാക്കലാണോ? അത് ഇതിലൂടെ കഴിയില്ലല്ലോ, ഈ ഒരു സിനിമയിലൂടെ കഴിയില്ലല്ലോ. അപ്പൊ എന്താ ഇതിന്റെ ലക്ഷ്യം? പണം ഉണ്ടാക്കുക. സിമ്പിളാണ്. 100 കോടി ക്ലബിൽ കയറുക, 200 കോടി ക്ലബിൽ കയറുക, പണം ഉണ്ടാക്കുക, പ്രശസ്തി ഉണ്ടാക്കുക. അതിന് ഒരു സമൂഹത്തിൽ കാര്യങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോൾ ചില ചിന്തകൾ ആവശ്യമുണ്ട്. എൻ്റെ സ്ക്രിപ്റ്റ്, എൻ്റെ സിനിമ, എൻ്റെ കഥാപാത്രം, എൻ്റെ റോള് എൻ്റെ സമൂഹത്തെ ഏത് തരത്തിൽ ബാധിക്കുമെന്നുകൂടി ഒരു കലാകാരൻ ചിന്തിക്കേണ്ടതുണ്ട്. അത് കൂടെ ചേരുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അല്ലാതെ എനിക്ക് എന്തും പറയുവാനും എന്തും കാണിക്കുവാനും എന്ത് കാര്യവും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്.